പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഭാവിയെക്കുറിച്ചുള്ള ജ്ഞാനം സാമാന്യമായിട്ട് മനുഷ്യർക്കില്ല എന്നുള്ളതാണ്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ രാഷ്ട്രീയത്തിൽ സാധാരണഗതിയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മുൻനിർത്തി ഭാവിയിൽ എന്തു സംഭവിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ള വിശകലനങ്ങൾ പൊതുവെ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും നിരീക്ഷിക്കുന്ന ആളുകൾ നടത്താറുണ്ട്. ആ നിലയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസക്തമെന്ന് തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുരുക്കി പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രത്യേകത ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഘടനയാണ്. നമ്മുടെ ഭരണഘടനയിലെ ആദ്യത്തെ വാചകം ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇന്ത്യ എന്നുള്ളത് അഥവാ ഭാരതം എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ ഒരു സംഘാതമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോക്കൂ, നമ്മുടെ ഭരണഘടനയിലെ ആദ്യത്തെ വാചകമാണത്. ഭരണഘടന ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് സാധ്യമാകുന്ന ഏറ്റവും പ്രസിദ്ധമായ നിർവചനമാണത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാവുകയും ആ രാജ്യം കുറേ അധികം സംസ്ഥാനങ്ങളെ ഉണ്ടാക്കുകയും ചെയ്തു എന്നല്ല, മറിച്ച് കുറേ അധികം സംസ്ഥാനങ്ങൾ ചേർന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായി എന്നുള്ളതാണ്. അതാണ് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സ്വയം ഭരണമുള്ള, സ്വയം നിർണയാവകാശമുള്ള കുറേ അധികം സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പം പലതരത്തിലുള്ള ഭാഷാപരവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള ഇന്ത്യയുടെ പലതരം വൈവിധ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന പൊളിറ്റിക്കൽ യൂണിറ്റുകളാണ്. അത്തരം സംസ്ഥാനങ്ങൾ ചേർന്നുണ്ടായിട്ടുള്ള ഒരു ലാർജർ യൂണിറ്റ്, പൊളിറ്റിക്കൽ യൂണിറ്റ് എന്നുള്ളതാണ് ഇന്ത്യയെക്കുറിച്ചുള്ള ഭരണഘടനയുടെ അടിസ്ഥാന വിഭാവന. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ ഈ പറയുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആശയത്തെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിൻ്റെയും അധികാര മേഖലകൾ, സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും അധികാര മേഖലകൾ കൃത്യമായി നിർണയിച്ചു വെച്ചത്. അതിനുവേണ്ടി 3 തരംതിരിവുകൾ വരുത്തുന്നുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് അധികാരമുള്ള മേഖലകളാണ്. പ്രതിരോധം, വിദേശകാര്യം, ടെലികമ്മ്യൂണിക്കേഷൻ പോലെയുള്ള, ഏവിയേഷൻ പോലെയുള്ള വളരെ കുറഞ്ഞ വകുപ്പുകളാണ്. ദേശസുരക്ഷ, അതിർത്തി സംരക്ഷണം പോലെയുള്ള വളരെ കുറഞ്ഞ വകുപ്പുകളാണ് നമുക്ക് യൂണിയൻ ലിസ്റ്റിൽ കാണാൻ പറ്റുക. പിന്നെ ഉള്ളത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. സാമാന്യന് മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഉള്ളത് കൺകറന്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റിനും യൂണിയനും കേന്ദ്രത്തിനും ഒരേപോലെ നിയമം നിർമ്മിക്കുവാൻ അധികാരമുള്ള മേഖലയാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായി ഷെഡ്യൂളാക്കിയിട്ട്, 7th ഷെഡ്യൂൾ എന്ന് പറയുന്ന ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ഓരോന്നിൻ്റെയും അധികാര മേഖലകൾ കൃത്യമായി വിവേചിച്ചിട്ട് ഈ പറയുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയത്തിന്, ആ ഒരു തത്വത്തിന് പ്രായോഗികമായിട്ടുള്ള വിശദീകരണം കൂടെ നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, 2014 ശേഷം, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, സാധാരണ ആളുകൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ വരുത്തി ഇന്ത്യയുടെ സ്വഭാവത്തെ മാറ്റിക്കളയുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു ഭരണഘടനാ ഭേദഗതിയും നടത്താതെ തന്നെ, പ്രത്യേകിച്ച് ഒരു നിയമനിർമ്മാണം പോലും നടത്താതെ, ഈ കൺകറന്റ് ലിസ്റ്റിനെ, യൂണിയൻ ലിസ്റ്റിനെയോ അല്ലെങ്കിൽ ഫെഡറലിസത്തെയോ ബാധിക്കുന്ന, നേരിട്ട് അതിനെ ടച്ച് ചെയ്യുന്ന വകുപ്പുകളെ സ്പർശിക്കുന്ന നിയമ ഭേദഗതിയോ ഭരണഘടനാ ഭേദഗതിയോ നടത്താതെ തന്നെ
ഈ പറയുന്ന സ്വഭാവത്തെ, ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവത്തെ ഇല്ലാതാക്കുന്നതിൽ വളരെ ക്രമപ്രവൃദ്ധമായി, വളരെ ബുദ്ധിപൂർവമായി, വളരെ ഇൻ്റലിജൻ്റായി സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പം കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ ഒരു സംഭവം, ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു മാധ്യമമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതൃത്വമോ ഇതുവരെ സ്പർശിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ആപ്പ് പുറത്തിറക്കുകയാണ് കേന്ദ്ര സർക്കാർ. സാധാരണഗതിയിൽ ഒരു ആപ്പ്, ആ ആപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പല്ലേ എന്ന് നമുക്ക് തോന്നും. പഞ്ചം ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ആ ആപ്പ് വരുന്നത്. ആ ആപ്പ് ഇന്ത്യയിലെ മുഴുവൻ പഞ്ചായത്ത് പ്രതിനിധികൾക്കും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കും ആ ആപ്പിൽ അംഗങ്ങളാകാൻ പറ്റും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കയറാൻ പറ്റും. അപ്പോൾ പഞ്ചായത്തുകൾക്ക്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർക്ക്, പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് കേന്ദ്രം നേരിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, നേരിട്ട് സർക്കുലർ അയക്കുന്ന, നേരിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്ന, അവിടുന്ന് റിപ്പോർട്ട് ശേഖരിക്കുന്ന ഒരു ആപ്പാണ് പഞ്ചം എന്ന് പറഞ്ഞിട്ട്. ഇതെങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ ഭരണഘടനയിൽ പഞ്ചായത്ത് ഭരണം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യമാണ്. ആ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യത്തിലാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു പഞ്ചായത്ത് ജനപ്രതിനിധിയുമായിട്ട് കേന്ദ്രം നേരിട്ട് എൻഗേജ് ചെയ്യുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഇപ്പോൾ പഞ്ചായത്ത് സംസ്ഥാനത്തിൻ്റെ ഏരിയയല്ലേ എന്ന് ചോദിക്കുകയാണ് ചെയ്യുക. പക്ഷെ അതിന് പോലും സാധ്യമല്ലാത്ത വിധം ഇതൊരു നിയമനിർമ്മാണമാണോ, നിയമ ഭേദഗതിയാണോ വെച്ചാൽ അതൊന്നുമല്ല. ഒരു ആപ്പ്, നമ്മൾ ഒരു ദിവസം എത്ര ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്? ഒരു ആപ്പാണ്. പക്ഷെ ആ ആപ്പ് വലിയൊരു ആപ്പായി മാറുന്നത് നമ്മൾ കാണുകയാണ്. ഫെഡറലിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഇറക്കിയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ, ഞാനിത് പറയുന്നത് ഒരു നിയമനിർമ്മാണമോ നിയമ ഭേദഗതിയോ ഇല്ലാതെ തന്നെ ഈ പറയുന്ന ആശയം എങ്ങനെ ഇല്ലാതാവും എന്നുള്ളതാണ്. ആ എക്സിക്യൂട്ടീവ് ഓർഡർ എന്താണെന്ന് വെച്ചാൽ BSF എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് നമുക്കുണ്ട്, അതിർത്തി രക്ഷാസേന. ഈ അതിർത്തി രക്ഷാസേനയ്ക്ക് അവരുടെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് നിർണയിച്ചിട്ടുണ്ട് അവരെവിടെ പ്രവർത്തിക്കണം എന്നുള്ളതിന്. നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാൾ, അസം പോലെയുള്ള അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. അപ്പോൾ അവിടെ ഈ BSFന്റെ പ്രവർത്തന മേഖല, പ്രവർത്തന പരിധി അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ ഒക്കെയാണ് മിക്ക സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത്. 15 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 20 കിലോമീറ്റർ ഒക്കെയാണ്. ഒരൊറ്റ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ BSFന്റെ പ്രവർത്തന മേഖല 50 കിലോമീറ്റർ ആയിട്ട് നിജപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കും, ഇതൊരു എക്സിക്യൂട്ടീവ് ഓർഡർ, ഈ BSFന്റെ പ്രവർത്തന മേഖല ചെറിയ കാര്യമല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണ്? ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പോലീസിംഗ് എന്നുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. പക്ഷെ BSFന്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട ഈ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങുന്നതോടുകൂടി, അത് 50 കിലോമീറ്റർ ആണെന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങുന്നതോടുകൂടി ഇന്ത്യയിലെ ഡസൻ കണക്കിന് ജില്ലകളിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല BSFന്റെ നേരിട്ട് കയ്യിൽ വരികയാണ്. ഡസൻ കണക്കിന് അതിർത്തി, 50 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഡസൻ കണക്കിന് ജില്ലകൾ മുഴുവനായി അതിൽ കവർ ചെയ്യപ്പെടുകയാണ്. ആ ജില്ലകളിൽ അതാത് സംസ്ഥാനത്തെ പോലീസിന്, DGPക്ക്, ആഭ്യന്തരമന്ത്രിക്ക് ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അത് BSFന്റെ കയ്യിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമുണ്ട്, സമാനമായൊരു എക്സിക്യൂട്ടീവ് ഓർഡർ കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഇറക്കുകയാണെന്ന് വിചാരിക്കുക. കോസ്റ്റ് ഗാർഡ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പാരാമിലിറ്ററി ഫോഴ്സാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ പ്രവർത്തന മേഖല കടലിൽ ഇത്ര നോട്ടിക്കൽ മൈൽ എന്നുള്ളതാണ്. വേണമെങ്കിൽ സർക്കാരിന് നോട്ടിഫിക്കേഷൻ ഇറക്കാം, അത് കരയിൽ ഇത്ര കിലോമീറ്റർ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ 7-8 ജില്ലകൾ കോസ്റ്റ് ഗാർഡിൻ്റെ കീഴിൽ പരിധിയിൽപ്പെടുത്താൻ പറ്റും. ഇവിടുത്തെ പോലീസിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതാക്കാൻ പറ്റും. ഈ നിലയിൽ നിയമനിർമ്മാണം, ഭരണഘടനാ ഭേദഗതി പോകട്ടെ, നിയമനിർമ്മാണത്തിൻ്റെ പോലും ആവശ്യമില്ലാതെ ഈ പറയുന്ന ഇന്ത്യയുടെ അടിസ്ഥാന ഫെഡറൽ ഘടനയെ മറികടക്കുന്ന, ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞാണ്. ഇത് സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ 2014 മെയ് മുതൽ ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ കേന്ദ്ര സർക്കാർ ഒരു പ്രസിഷനോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കാര്യമാണ്. UAP ആക്ട്, NIA ഭേദഗതി ആക്ട്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഭേദഗതികളിലൂടെ നിരവധിയായിട്ടുള്ള
എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൂടെ ഈ സ്വഭാവം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി സംസ്ഥാന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വില മാത്രമുള്ള ഒരു അധികാര സ്ഥാനമായി, സംസ്ഥാനം എന്ന് പറയുന്നത് വെറും ഒരു പഞ്ചായത്തിൻ്റെ വില മാത്രമുള്ള ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ത്യയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ത്യയിലെ പ്രതിപക്ഷം ഒരു പക്ഷേ ഏറ്റവും കുറച്ച് ശ്രദ്ധിക്കുന്ന, ഏറ്റവും കുറച്ച് പ്രതികരിക്കുന്ന ഒരു ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ അതും ഇത് തന്നെയാണ്. അങ്ങനെ നിരന്തരമായി ഇതൊരു യൂണിറ്ററി സ്റ്റേറ്റായി, നമ്മൾ ഒരു യൂണിയൻ, ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയൊരു യൂണിയൻ ടെറിട്ടറിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതങ്ങനെ പോകുമ്പോൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയും സംസ്ഥാനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ മറുവശത്ത് ഇതിനെതിരായിട്ടുള്ള പ്രതിരോധവും ഇന്ത്യയിൽ ഇതുവരെ ഇല്ലാത്ത വിധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അത് കേരളത്തിൽ നിൽക്കുന്ന നമുക്ക് അത്ര മനസ്സിലാവില്ല. കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പറയുന്ന പൈസ കിട്ടാൻ വേണ്ടി ആരും അറിയാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് മുതലുള്ള എല്ലാ കാര്യങ്ങളും, കേന്ദ്ര പദ്ധതികളെയും കേന്ദ്രാവിഷ്കൃത പദ്ധതികളെയും യാതൊരു വിവേചന ബുദ്ധിയുമില്ലാതെ ഏറ്റവും എളുപ്പത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമായിരിക്കും. അതെല്ലാ കാര്യങ്ങളും GST-യെ രാഹുൽ ഗാന്ധി ഗബ്ബർ സിംഗ് ടാക്സ് എന്ന് വിളിക്കുമ്പോൾ തോമസ് ഐസക്ക് അതിനെ മഹത്വപ്പെടുത്തുകയായിരുന്നു യഥാർത്ഥം ചെയ്തത്. GST ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ അധികാരത്തെ, സംസ്ഥാനങ്ങളുടെ അസ്തിത്വത്തെ ദുർബലപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ഒരു നടപടിയായിട്ടാണ് ഞാൻ GST-യെ കാണുന്നത്. GST വരുന്ന കാലത്ത് അതിനെ ഏറ്റവും അധികം പിന്തുണച്ച, അതിനെ മഹത്വപ്പെടുത്തിയ ആളുകളിൽ ഒരാൾ, പ്രധാനി, വലിയ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതൻ കൂടിയുള്ള തോമസ് ഐസക്കായിരുന്നു. അപ്പോൾ അതുമുതൽ എല്ലാ കാര്യങ്ങളും, കേന്ദ്ര പദ്ധതികളെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു പുനരാലോചനയില്ലാതെ, ഒരു വിവേചന ശ്രദ്ധയില്ലാതെ, ഒരു വിവേചന ശ്രദ്ധയില്ലാതെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പക്ഷേ അങ്ങനെയല്ല എല്ലായിടത്തും. തമിഴ്നാട്ടിൽ നമുക്കറിയാം, തമിഴ്നാട്ടിൽ ഈ കേന്ദ്രത്തിൻ്റെ ഇത്തരം സംസ്ഥാനങ്ങൾ ഇല്ലാതാക്കുന്നതിനെതിരായിട്ടുള്ള വികാരം, തമിഴ് പ്രൈഡ് എന്ന് പറയുന്ന, തമിഴ് മാനം, തമിഴ് ഉണർവ് എന്ന് പറയുന്ന വികാരം, ദ്രവീഡിയൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാര്യം ഒരുപക്ഷെ 1960-കൾക്ക് ശേഷം ഏറ്റവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ബംഗാളി അസ്മിത എന്ന് പറയുന്ന, ബംഗാളിയാന എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി തന്നെ, ഒരു പൊളിറ്റിക്കൽ ഐഡിയ തന്നെ ഉയർന്നു വരികയും ഇതിനൊരു യൂണിറ്ററി സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള സമരം, അത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഭാവനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യക്കൊരു ദേശീയ പതാകയുള്ളതുപോലെ ഓരോ സംസ്ഥാനത്തിനും സംസ്ഥാന പതാക ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും അത് അത്ര ഗൗരവത്തിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾക്ക് നമ്മുടേതായ സംസ്ഥാന പതാക വേണമെന്നുള്ള ആവശ്യം പല സംസ്ഥാനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു വശത്ത് ഇങ്ങനെ ഇന്ത്യയുടെ ഈ ഫെഡറൽ സ്വഭാവത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ, അത് മുറുകുമ്പോൾ, ഇപ്പുറത്ത് അതിനെതിരായിട്ടുള്ള ഉപദേശീയതകളുടെ സ്വരം നേരത്തെ ഉള്ളതിനേക്കാൾ തീവ്രമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭാവിയിലെ ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ അതിദേശീയതയും ഉപദേശീയതയും തമ്മിലുള്ള സംഘർഷമായിരിക്കും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയിലെ ഏറ്റവും നിർണായകമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളതാണ്. അതിനെ ത്വരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായ മറ്റൊരു സംഗതി കൂടെ വരാൻ പോകുന്നത്, നമ്മൾ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സഭയായതുകൊണ്ട് പറയുകയാണ്. 1971 ഈ മണ്ഡല പുനഃക്രമീകരണത്തിന്, ലോക്സഭാ മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം, ഡീലിമിറ്റേഷന് ശേഷം 50 വർഷത്തിന് ശേഷം മാത്രമേ മറ്റൊരു ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മണ്ഡലങ്ങളുടെ അതിർത്തികൾ മാറ്റുക എന്നുള്ളതല്ലാതെ ടോട്ടൽ നമ്പറിൽ മാറ്റം വരുത്താൻ നമുക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഒരു തടസ്സമുണ്ടായിരുന്നു. ആ തടസ്സം 2021 അവസാനിച്ചിരിക്കുകയാണ്. പുതിയ മണ്ഡല പുനഃക്രമീകരണത്തിൻ്റെ സന്ദർഭമായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 2021 സെൻസസിന് ശേഷം 2026 തെരഞ്ഞെടുപ്പിന് വേണ്ടി അങ്ങനെ ഒരു പുനഃക്രമീകരണം നടക്കേണ്ടതാണ്. പക്ഷേ കോവിഡ് കാരണം 2021 സെൻസസ് നടക്കാത്തത് കൊണ്ട് അത് പ്രായോഗികമായി ഇങ്ങനെ നീണ്ടുപോവുകയാണ്. പക്ഷേ ഈ 2026 അല്ലെങ്കിൽ ഇനി നടക്കാനിരിക്കുന്ന മണ്ഡല പുനഃക്രമീകരണം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംഭവത്തിച്ചിടത്തോളം ഏറ്റവും സംഭവബഹുലമായിട്ടുള്ളൊരു സംഗതിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അതെന്താണെന്ന് ചോദിച്ചാൽ പോപ്പുലേഷൻ, ജനസംഖ്യ മാനദണ്ഡമാക്കിയിട്ടാണ് മണ്ഡലങ്ങളുടെ എണ്ണവും അതിർത്തിയും നിശ്ചയിക്കപ്പെടുന്നത്. ഇന്നത്തെ ഒരു അവസ്ഥ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ, ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ശരാശരി ഇതെടുത്തു കഴിഞ്ഞാൽ, ശരാശരി വോട്ടർമാരുടെ എണ്ണം നമ്മൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ 13.87 ലക്ഷമാണ് കേരളത്തിൽ വരുന്നത്. പക്ഷേ ഇത് ഉത്തർപ്രദേശിൽ എത്തുമ്പോൾ അത് 19 ലക്ഷം, ബീഹാറിലും ഉത്തർപ്രദേശിലൊക്കെ എത്തുമ്പോൾ 18 ലക്ഷവും 19 ലക്ഷവും 20 ലക്ഷമൊക്കെ ആകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അവസ്ഥയിൽ ഇപ്പം MP-മാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. ലോക് എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്. ലോക്സഭ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സഭയാണ്. അപ്പം ജനങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് പ്രതിനിധികളെ വേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കിയാൽ തന്നെ, അവരുടെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ അവർക്ക് കുറച്ച് പ്രതിനിധി, അവരുടെ ജനസംഖ്യക്ക് അനുസരിച്ചുള്ള പ്രതിനിധികളില്ല. പക്ഷേ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ അവർക്ക് കൂടുതൽ അംഗങ്ങളാണ്, അവരുടെ ജനസംഖ്യാനുപാതത്തെക്കാൾ കൂടുതൽ അംഗങ്ങളാണ് എന്ന ഒരു ആവലാതി ഉന്നയിക്കുവാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ അതേസമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനഃക്രമീകരണം വന്നു കഴിഞ്ഞാൽ ഉത്തരേന്ത്യ എന്ന് പറയുന്നത് ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം, BJPക്ക് വളക്കൂറുള്ള മേഖലകളിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുവാനും ദക്ഷിണേന്ത്യയിലും ഇങ്ങനെ വികസിത സംസ്ഥാനങ്ങളിലും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വളരെയധികം കുറയാനുമുള്ള സാധ്യതയുണ്ട്. ഇത് വലിയ തോതിലുള്ള സംഘർഷം, പ്രത്യേകിച്ച് നോർത്ത് സൗത്ത് സംഘർഷം വലിയ തോതിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യം, ഇതെങ്ങനെയാണ് ഇന്ത്യക്ക് മറികടക്കാൻ കഴിയുക? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആലോചനയിൽ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും പ്രമാദമാകാൻ പോകുന്ന ഒരു ഡെവലപ്മെൻറ്റ് ഈ ലോക്സഭ മണ്ഡല പുനഃക്രമീകരണമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് നിസ്സാരം, അത് പല സ്വഭാവത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കൽ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള പല സ്വഭാവത്തിലുള്ള ആഴമുള്ള സംവാദങ്ങൾ, ആഴമുള്ള സംഘർഷങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ദേശീയതയും ഉപദേശീയതയും തമ്മിലുള്ള സംഘർഷം കൂടെ അതിൻ്റെ കൂടെ ചേരുമ്പോൾ നമ്മളുടെ ജനാധിപത്യം കൂടുതൽ സംഘർഷാത്മകവും കൂടുതൽ സംഭവബഹുലവുമാവുകയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച ഏറ്റവും ഒരുപക്ഷെ ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ്, ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് FTA എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട FTAകളിൽ ഒന്നാണ്. ലോകത്തെ ഏറ്റവും വലിയൊരു സിംഗിൾ മാർക്കറ്റ് എന്ന് പറയാവുന്ന മാർക്കറ്റാണ് യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റ്. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള, ഏറ്റവും കൂടുതൽ ധനത്തിൻ്റെ ക്രയം വിക്രയം നടക്കുന്ന ഒരു മാർക്കറ്റാണ് യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു മാർക്കറ്റാണ്, ജനങ്ങളുള്ളൊരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ലോക GDP-യുടെ 25% കൈകാര്യം ചെയ്യുന്ന 2 മാർക്കറ്റുകൾ, ലോക ജനസംഖ്യയുടെ 30% വരുന്ന ഒരു 2 മാർക്കറ്റുകൾ ഒന്നു ചേർന്നൊരു സിംഗിൾ മാർക്കറ്റാകാൻ പോവുകയാണ്. ആ FTA അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം, സംരംഭകരെ സംബന്ധിച്ചിടത്തോളം, വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം, പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായ, അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണത്. പക്ഷെ അതേസമയം തന്നെ യൂറോപ്യൻ യൂണിയൻ ഒരു ഗവൺമെൻറ്റുമായി, അല്ലെങ്കിൽ ഒരു പുറത്തുള്ള ഏതെങ്കിലും ഒരു സംവിധാനവുമായിട്ട് ഏത് നിലക്കുള്ള ട്രേഡ് അഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോഴും യൂറോപ്യൻ യൂണിയൻ സെറ്റ് ചെയ്തിട്ടുള്ള കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്, അവരുടെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, മൈനോറിറ്റി റൈറ്റ്സുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പൊല്യൂഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, കാർബൺ എമിഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുവാൻ അവരുമായി കരാറുകൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിക്ക്, ഒരു വ്യവസായ സ്ഥാപനത്തിന്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്, ഒരു പൊളിറ്റിക്കൽ യൂണിറ്റിന് അവർ ബാധ്യസ്ഥരാണെന്നുള്ളതാണ്. ചുരുക്കി ലളിതമായി പറഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു പ്രോഡക്റ്റ്, അത് കാറാകട്ടെ, അല്ലെങ്കിൽ സ്റ്റൗ ആകട്ടെ, ചീർപ്പാകട്ടെ, കണ്ണാടി ആവട്ടെ, ആ കമ്പനി, അത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ? അവിടുത്തെ കമ്പനിയിലെ തൊഴിലാളികളുടെ ലേബർ റൈറ്റ്സ് ഇവരുടെ സ്റ്റാൻഡേർഡ്സുമായിട്ട് മീറ്റ് ചെയ്യുന്നതാണോ? ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികളുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ടാരിഫ് യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി പുതിയൊരു മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു. അപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു മാർക്കറ്റ്, ഒരു FTA ഉണ്ടാകുന്നത് നിശ്ചയമായും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിനോട് മാച്ച് ചെയ്യാൻ, ആ മാർക്കറ്റിൻ്റെ സ്റ്റാൻഡേർഡ്സിനോട് മീറ്റ് ചെയ്യാൻ
ഇന്ത്യയിൽ ഏതെല്ലാം തരത്തിലുള്ള ഇന്റേണൽ അറേഞ്ച്മെന്റ്സ് നടത്തേണ്ടി വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഇന്റേണൽ അറേഞ്ച്മെന്റ്സ് ഇന്നത്തെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം കൊണ്ടു നടക്കുന്ന അവരുടെ സമീപനങ്ങളുടെ നേർവിരുദ്ധ ദിശയിൽ നിൽക്കുന്നതാണ് ആ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആലോചനയിൽ ഈ FTDയുടെ പശ്ചാത്തലത്തിൽ ആലോചിക്കുമ്പോൾ ഒരർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഇന്ത്യൻ സമ്പദ്ഘടനയെയും ഇന്ത്യൻ വ്യവസായത്തെയും എല്ലാം ഗുണപരമായി മാറ്റാൻ സാധിക്കുന്ന, ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം കൊണ്ടു നടക്കുന്ന അവരുടെ കാഴ്ചപ്പാടുകളെ പോലും തിരുത്താൻ പറ്റുന്ന, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ജനാധിപത്യത്തെ എപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അത് മാർക്കറ്റാണെന്നുള്ളതാണ്. മാർക്കറ്റ് ഡൈനാമിക്സ് ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസോ പൊളിറ്റിക്കൽ ഐഡിയോളജീസോ അല്ല, മാർക്കറ്റ് ഡൈനാമിക്സ് ആണ് എപ്പോഴും ജനാധിപത്യത്തെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന, ഏറ്റവും വേഗത്തിൽ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് കൂടുതൽ റിഫോം ചെയ്യുവാനുള്ള, പരിഷ്കരിക്കുവാനുള്ള സാധ്യതകൾ ധാരാളമായി നിൽക്കുന്നു എന്നൊരു ശുഭപ്രതീക്ഷ കൂടി വെച്ച് പുലർത്തുന്ന ഒരാളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. അഭിവാദ്യങ്ങൾ.